ലോറി മറിഞ്ഞ് 4 വിദ്യാർത്ഥികൾ മരിച്ച പനയംപാടത്ത് ഔദ്യോഗിക വാഹനം ഓടിച്ച് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പരിശോധന. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ മന്ത്രി കോൺഗ്രസിന്റെ സമരപ്പന്തലിലും സന്ദർശനം നടത്തി. ഈ മേഖലയിലെ റോഡിന്റെ അപാകത പരിഹരിക്കാനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥ സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. പനയംപാടം അപകട സ്ഥലത്തെത്തിയ മന്ത്രി KB ഗണേഷ് കുമാർ പരാതികൾ കേട്ടതിനൊപ്പം തന്റെ ഔദ്യോഗിക വാഹനം സ്വയം ഡ്രൈവ് ചെയ്ത് നടത്തിയ പരിശോധന വേറിട്ടതായി. ഇരുഭാഗത്തേക്കുമായി 200 മീറ്ററോളം സഞ്ചരിച്ചു. റോഡിന്റെ അശാസ്ത്രീയതയും പാർക്കിങ്ങിലെ പ്രശ്നങ്ങളുമെല്ലാം മന്ത്രിക്ക് ബോധ്യപ്പെട്ടു. ഈ കയറ്റം കയറി വരുമ്പോൾ ജംഗ്ഷനോട് അടുക്കുമ്പോൾ നമുക്ക് ഒരു ബേക്കറി, നൈസ് ബേക്കറി മുതൽ മുകളിലോട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡും ഒരു കാർ പാർക്കും ഉണ്ട്. ഈ റോഡ് പണിതയുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ സൈഡ് നമ്മൾ നിൽക്കുന്ന ഇത് വൈറ്റ് ലൈനാണ്. ഇതാണ് റോഡ് തുടങ്ങുന്നത്. ഇതിൻ്റെ ഡിവൈഡ് ചെയ്യുന്ന നടുവിലത്തെ സ്റ്റഡും ലൈനുണ്ടല്ലോ, നടുവിലത്തെ ഡിവൈഡിങ് ലൈൻ, ആ ലൈനും തമ്മിൽ വളരെ സ്ഥലം കുറവാണ്. ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ. എന്നാൽ മറുവശത്ത് 2 വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വരുന്ന ഡ്രൈവർ സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ വണ്ടി വലത്തോട്ട് കയറി വരും. അങ്ങനെ വലത്തോട്ട് കയറി വന്ന വണ്ടിയുടെ ബാക്കാണ് ഈ ബസ്സിൽ ലോറി തട്ടുകയും ലോറി അങ്ങോട്ട് പോയി കുഞ്ഞുങ്ങളെ ഇടിക്കുകയും മറിയുകയും ചെയ്തത്. നിരാഹാര സമരം നടത്തുന്ന കോൺഗ്രസിന്റെ സമരപ്പന്തലിലും മന്ത്രി സന്ദർശനം നടത്തി. പ്രശ്നപരിഹാരം ഉറപ്പു നൽകിയതോടെ കോൺഗ്രസ് സമരം അവസാനിപ്പിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി പരിഹാരം കണ്ടില്ലെങ്കിൽ റോഡ് സുരക്ഷാ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. അപകടത്തിൽ മരിച്ച പെൺകുട്ടികളുടെ കുടുംബത്തിന് ധനസഹായം മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുമെന്നും മന്ത്രി. നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരെ വിളിക്കുകയും PWD മിനിസ്റ്ററും കൂടെ നമ്മൾ സംസാരിച്ചതിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരെയും കൂടി ചൊവ്വാഴ്ച, അവരെ അസൗകര്യം ഉണ്ടെങ്കിൽ പറ്റത്തില്ല, അവരെ വിളിക്കാൻ തീരുമാനിച്ച ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞിട്ടാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കമുള്ളവരെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് അവർ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തും. അതിന് പണം അനുവദിക്കും. അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും. മന്ത്രി സന്ദർശനത്തിന്റെ പിന്നാലെ റോഡിന്റെ അപാകതകൾ പരിഹരിക്കാനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ സംയുക്ത ഉദ്യോഗസ്ഥ സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. പാലക്കാടിന്റെ ചുമതലയുള്ള മലപ്പുറം SP R വിശ്വനാഥ്, RTO മുജീബ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ന്യൂസ് മലയാളം, പാലക്കാട്.